പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരിക്കൽ കൂടെ ഞാൻ പറയും, പതപ്പിക്കാൻ നിൽക്കണ്ട. ഇനി പതപ്പിക്കാൻ നിന്നാൽ മര്യാദയ്ക്ക് പെൻഷൻ വാങ്ങില്ല. ഇവിടെ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് ശേഷം നമ്മളൊരു സമാധാനപരമായിട്ടുള്ള ധർണ ഇതേ സ്ഥലത്ത് വെച്ച് നമ്മൾ നടത്തുന്നത്. അന്ന് ഞങ്ങൾ മുന്നോട്ട് വെച്ചൊരു നിർദ്ദേശം, നിങ്ങൾ ഈ സംഭവത്തിനെ കുറിച്ച് വസ്തുനിഷ്ഠമായി അന്വേഷിച്ചില്ല എങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്താണെങ്കിലും ശരി, ഞങ്ങൾ ഈ വിഷയം കോടതിയെ സമീപിക്കും, കോടതിയിൽ ഞങ്ങൾ സത്യം പറയിപ്പിക്കും എന്ന് സൂചിപ്പിക്കും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, നല്ല ഭൂരിപക്ഷത്തോടെ UDF ഇവിടെ വിജയിച്ചു. പക്ഷേ ഈ സമൂഹത്തിൽ ഒരുമിച്ച് കഴിയുന്ന രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ച ശ്രമങ്ങൾ, അതിനെ ജനമധ്യത്തിൽ കൊണ്ടുവന്ന് കുറ്റക്കാരെ ശിക്ഷിപ്പിക്കുന്നത് വരെ ഏതറ്റം വരെ ഞങ്ങൾ പോകും എന്ന് ആമുഖമായി പറയാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കും. എല്ലാം ഏതറ്റം വരെ എന്ന് പറഞ്ഞാൽ നിയമത്തിൻ്റെ ഏതറ്റം വരെ. ഇപ്പം നാളെ കലാപത്തിന് ആഹ്വാനം ചെയ്തതൊന്നും പറയണ്ട, കേസെടുത്താൽ ഞങ്ങൾക്ക് ആർക്കും പ്രശ്നമൊന്നും. അത് കാരണം ഇനിയിപ്പോൾ 1.5 കൊല്ലം കൂടിയല്ലേ ബാക്കി. പണ്ടൊരു ചൊല്ലുണ്ടല്ലോ, വേവോളം കാക്കാന്നുണ്ടെങ്കിൽ 6ഓളം കാക്കാൻ എന്താ ബുദ്ധിമുട്ട്. ഏതായാലും 8 കൊല്ലം സഹിച്ചല്ലോ ഈ പീഡനം, ഇനിയിപ്പോൾ 1.5 കൊല്ലം കൂടിയല്ലേ ഉള്ളൂ. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ളത്, നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങളുടെ സർവീസിൽ കുഴപ്പമൊന്നും ഇല്ലാതിരിക്കാൻ അല്പം ഒന്ന് സോപ്പ് ഇടേണ്ടി വരും, ഞാൻ അതിൽ തെറ്റ് കാണുന്നില്ല. പക്ഷേ സോപ്പ് വല്ലാതെ പതപ്പിക്കരുത്, അതേ ഞാൻ പറയുന്നു. അപ്പം അങ്ങനെ പതപ്പിച്ചു കഴിഞ്ഞാൽ 1.5 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന് സമാധാനം പറയേണ്ടി വരും. 1.5 കൊല്ലം കഴിഞ്ഞ് UDF സർക്കാർ ഈ കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോൾ പിണറായിസത്തിന് കൂട്ടുനിന്നു. ഇവിടെ ഇടതുപക്ഷം എന്ന് പറയണ്ട കേട്ടോ, കാരണം CPIക്കാരൊക്കെ ഡെയിലി വേജസ്, അവർക്ക് നമ്മളെക്കാൾ വികാരമുണ്ട്. പിന്നെ അധികാരം പോകുമല്ലോ ഓർത്തിട്ട് അവരൊന്നും മിണ്ടാതിരിക്കില്ല. എന്നാലും ബിനായിഷ ഇടയ്ക്കിടയ്ക്ക് ഈ പൂരത്തിന്റെ വെടിക്കെട്ട് കഴിഞ്ഞ് പൊട്ടാത്ത പടക്കം ചീറ്റുന്ന പോലെ ചില ശബ്ദങ്ങൾ ഉണ്ടാക്കും. അപ്പൊ അവർക്കും ഇതിനോട് യോജിപ്പില്ല. പക്ഷെ ഇവിടെ നടക്കുന്നത് പിണറായിസ. ആ പിണറായിസത്തിനെതിരായിട്ടുള്ള വികാരമാണ് കഴിഞ്ഞ ഇലക്ഷനിൽ കണ്ടത്. ഞാനിപ്പോ ഓരോ തവണയും വടകര ലോക്സഭയിൽ എന്താ ഭൂരിപക്ഷം കൂടുന്നെന്താ, ഈ പിണറായി ഒന്ന് നേരെയാവട്ടെ എന്ന് വിചാരിച്ചിട്ട് സഖാക്കളും കുറെ പേര് നമുക്ക് കൂട്ടിയിരുന്നുണ്ട്. അതുകൊണ്ടാണ് പാറയ്ക്കൽ പറഞ്ഞ എല്ലാ മാർക്സിസ്റ്റുകാരും ഞങ്ങൾ കുറ്റം പറയുന്നില്ല. പക്ഷെ പിണറായിസാണ് ഇവിടെ നടക്കുന്നത്. അത് കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചല്ലോ, ഏറ്റവും അധികം വർഗീയ പ്രസംഗം നടത്തിയ നരേന്ദ്രമോദിയാണെങ്കിൽ അതിന്റെ മറ്റൊരു പതിപ്പാണ് വടകരയിൽ കണ്ടത്, കാഫർ പ്രയോഗം. നരേന്ദ്രമോദി എന്താ പറഞ്ഞത്? ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ ഹിന്ദു സ്ത്രീകളുടെ താലി പൊട്ടിച്ച് മുസ്ലിങ്ങൾക്ക് കൊടുക്കും. 2, ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ അയോധ്യയിലെ രാമക്ഷേത്രം ബോംബ് വെച്ച് തകർക്കും. അതേ സന്ദർഭത്തിലാണ് വടകരയിലെ കാഫർ പ്രയോഗവും വരുന്നത്. അതാണ് പണ്ട് സന്ദേശത്തിൽ ശങ്കരാടി പറഞ്ഞതുപോലെ, പ്രതിലോമ ശക്തികളും വിഘടനവാദികളും തമ്മിൽ പ്രത്യക്ഷത്തിൽ അകൽച്ചയിലാണെന്ന് തോന്നുമെങ്കിലും അവർ തമ്മിൽ ഒരു അന്തർധാരയുണ്ട് എന്ന് പറഞ്ഞതുപോലെ നരേന്ദ്രമോദിയും പിണറായി ആയിട്ടുള്ള അന്തർധാരയുടെ ഉദാഹരണങ്ങളാണ് നരേന്ദ്രമോദിയുടെ പ്രസംഗവും പിണറായിയുടെ പ്രവൃത്തി. പിന്നെ പിണറായി ആളൊരു ബുദ്ധിമാനായതുകൊണ്ട് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞില്ല, പകരം അനുയായികളെ കൊണ്ട് പറയില്ല. ഇവിടെ ആ സ്ക്രീൻഷോട്ട് വന്നപ്പോൾ അതിൻ്റെ വിശദവിവരങ്ങളിവിടെ പറഞ്ഞല്ലോ. വരുന്നത് എപ്പോഴാണ്? 25-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം. 26-ാം തീയതി പോളിംഗാണ്. UDFന് പ്രതികരിക്കാനുള്ള അവസരം കൊടുക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് 2 മണിക്ക് ശേഷമുള്ള സമയം തിരഞ്ഞെടുത്തത്. അപ്പോൾ ഉണ്ടായ സംഭവങ്ങളാണ് ഇവിടെ പാറയ്ക്കൽ പറഞ്ഞത്. ആ കാസീമിന്റെ ഫോൺ വരെ കൊടുത്തില്ല, ഇവിടെ വന്നിട്ട് SP-ക്ക് ഫോണ് സറണ്ടർ ചെയ്തിട്ട് പറഞ്ഞു ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടുപിടിക്കാം. പക്ഷെ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. അപ്പോഴേക്കും ഷൈല ടീച്ചർ കരച്ചിലായി, വെപ്രാളമായി. അപ്പോഴേക്കും അതുവരെ പതുങ്ങിയുന്ന പല ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാരൊക്കെ രംഗത്ത് വരുന്നു. ഇതെല്ലാം ഒരു 5-6 മണിക്കൂർ കൊണ്ട് തീരുകയാണ്. വ്യത്യാസം ഏതായാലും പോളിംഗ് നടന്നു. പോളിംഗ് നടന്നതിന് ശേഷം ഇത് സംബന്ധിച്ച് അവർ വിചാരിച്ച ഇലക്ഷൻ കഴിഞ്ഞാൽ നമ്മളിത് ശ്രദ്ധിക്കില്ല. പക്ഷെ നമ്മൾ പറഞ്ഞു ഇതിങ്ങനെ വിടാൻ പറ്റില്ല, കാരണം മതസ്പർദ്ധ ഉണ്ടാക്കുകയല്ലേ. ഇവിടെ നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് പ്രസംഗിച്ച അദ്ദേഹം പറഞ്ഞ ഒരു വാചകമുണ്ട്. അദ്ദേഹം പറഞ്ഞു, രാഹുൽ ഗാന്ധിനെ ഏറ്റവും ചീത്ത പറയുന്ന ആള് ഞാനാണ് എന്നായിരുന്നു എന്റെ ധാരണ. ഇവിടെ വന്നപ്പോൾ അത് പോയി, കാരണം എന്നെ കടത്തി വിട്ടിക്കാണ് പിണറായി വിജയൻ.
അതാ ഞാൻ പറഞ്ഞു, ഇത് നമ്മളുടെ അന്തർധാരയുടെ ഭാഗമാണ് ഇതൊക്കെ. ഇത്രയും സ്ക്രീൻഷോട്ട് അതിന്റെ ആരാ പബ്ലിസിറ്റി നടത്തിയത്? ഹൈക്കോടതിയിൽ പോലീസ് കൊടുത്ത റിപ്പോർട്ട്. പോരാലി ഷാജി, പിന്നെ മറ്റേ റെഡ് ഫോളോവേഴ്സ്, അതിന്റെ അഡ്മിനാണല്ലോ ഈ രബീഷ്. അതുപോലെ തന്നെ അമ്പാടി മുഖ്യ സഖാക്കളുടെ കൂട്ടായ്മ ഉണ്ടല്ലോ, അതിന്റെ അഡ്മിൻ ഒരു മനീഷ്. ഇന്ന് അദ്ദേഹത്തിന്റെ കാര്യം പുറത്തു വന്നിട്ട് കാലത്ത് ടി വി. ഈ മനീഷ് കഴിഞ്ഞ 5 വർഷം പി ജയരാജന്റെ എല്ലാ PR വർക്കിനും നേതൃത്വം കൊടുത്താണ്. ഇന്ന് മനീഷും ജയരാജനും കൂടെ നിൽക്കുന്ന ചിത്രങ്ങൾ കേരളത്തിലെ കൈരളി ഒഴിച്ചുള്ള എല്ലാ TV-യിലും ഇന്ന് വന്നു. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ നോക്കുക. അപ്പൊ മനുഷ്യനെ ചോദ്യം ചെയ്തിട്ടുണ്ടോ? രവീഷിനെ ചോദ്യം ചെയ്തു. അതിന് പകരം ഇവരെ ഒന്നും ചോദ്യം ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷെ ഇവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടിയാണ് ഇത് ഷെയർ ചെയ്തതെന്ന് പറഞ്ഞു. ശൈല ടീച്ചർ പറഞ്ഞ എന്താ? ലതിക ചെയ്തത് ശരിയല്ല. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഷെയർ ചെയ്തെന്ന് ചോദിച്ചപ്പോൾ ഇതൊക്കെ ജനം അറിയേണ്ടതല്ലേ എന്നുള്ള ധാരണയിൽ ഷെയർ ചെയ്തു എന്നാണ്. അപ്പോൾ ലതികേനെ ശൈല ടീച്ചർ തിരുത്തുന്നു. പിന്നെ കാണുന്ന എന്താ? ശൈല ടീച്ചറെ ഗോവിന്ദൻ മാഷ് തിരുത്തും. അപ്പൊ ഇത് തിരുത്തിക്കൊണ്ടിരിക്കുക. തെറ്റ് തിരുത്തൽ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇതെന്ത് തിരുത്തലാന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ ചോദിക്കുന്നത്, 10 വർഷം MLA ആയിരുന്ന ലതിക, അവർക്ക് അറിഞ്ഞുകൂടെ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ടാൽ ഉടനെ ഷെയർ ചെയ്യാൻ പാടും? ഒരു ഉത്തരവാദിത്തമില്ലാത്ത സ്ക്രീൻഷോട്ട് ആരെങ്കിലും പുറത്തു വിട്ടാൽ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിക്കാതെ ഷെയർ ചെയ്താൽ അത് സൈബർ കുറ്റത്തിൽ പെടുന്നതാണ്. അപ്പൊ ഉത്തരവാദിത്തമില്ലാത്ത ഒരു പോസ്റ്റ് കണ്ടപ്പോ, ഒരു സ്ക്രീൻഷോട്ട് കണ്ടപ്പോ അത് ഷെയർ ചെയ്യാൻ തയ്യാറായിരുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കുറ്റം. അതുകൊണ്ട് ചെയ്ത് ശരിയല്ല എന്ന് ശൈല ടീച്ചർ പറഞ്ഞപ്പോ ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങളും ലോകം അറിയണം എന്നാണ് ഗോവിന്ദൻ മാഷ് പറയുന്നത്. ഞാൻ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം, ഒരു സമരം നടത്തിയാൽ കേസെടുക്കുന്ന പോലീസ്, ഇപ്പൊ ഇന്നത്തെ ഇനി ഉണ്ടാകും കേട്ടോ, ഇന്ന് ചിലപ്പോൾ നമുക്കൊക്കെ വധശ്രമത്തിനെതിരായിട്ടാണ് കേസ്. ഞാൻ പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ പഴയ നിയോജകമണ്ഡലത്തിൽ തിരുവനന്തപുരത്ത് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക ഒരു സമരം ഞാൻ ഉദ്ഘാടനം ചെയ്തു. അതിന് എനിക്ക് നോട്ടീസ് വന്നു. അപ്പൊ ഇന്നും എന്താണ്, ഞങ്ങൾക്ക് അത്ര ഭയമൊന്നുമില്ല, നിങ്ങൾ ഉണ്ടാക്കിക്കോ. പക്ഷേ എന്തുകൊണ്ടാണ് ഈ അഡ്മിന്മാരെ ചോദ്യം ചെയ്യാൻ ഇത്ര താമസം? എന്തുകൊണ്ട് രവീഷിനെ മാത്രമല്ല, ഇപ്പൊ പറഞ്ഞാലെ മനുഷ്യനെ ചോദ്യം ചെയ്യണം. ഈ പോരാളി ഷാജി ആരാണെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല. MP ജയരാജൻ തന്നെ പറയാണ് ഇത് കണ്ടുപിടിക്കണം. പോരാളി ഷാജി ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നശിപ്പിക്കാൻ വന്നിട്ടുള്ളവരെന്നാ പറയുന്നത്. കാരണം ഈ സത്യം ഇലക്ഷൻ കഴിഞ്ഞാൽ പുറത്തു വരുന്ന ജയരാജന് മനസ്സിലായി. അതുകൊണ്ട് നേരത്തെ മുൻകൂറായിട്ട് തള്ളി പറഞ്ഞതാണ്. ഇതൊക്കെ അറിയാത്തവരാണോ കേരളത്തിലെ ജനങ്ങൾ? എന്നിട്ട് ഒരു നാണവും കൂടാതെ UDF ആണ് ഇതൊക്കെ ചെയ്തത്. ആരാ പറയുന്നത്? ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളല്ലേ ഗോവിന്ദൻ മാഷ്. ഈ പറഞ്ഞ പോലെ ഒരുപാട് മഹാന്മാരുണ്ടാക്കിയ ഒരു പാർട്ടികളല്ലേ പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ട്, കുറെ ത്യാഗങ്ങളൊക്കെ പണ്ട് കാലത്ത് സഹിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് അതിട്ട് ഒരു ബന്ധമില്ല. ഇപ്പോഴത്തേക്ക് സ്റ്റാർ ഹോട്ടലാണ്, പഴയ പോലത്തെ പരിപ്പുവടയും കട്ടൻ ചായയും പോലെ. ഇപ്പൊ നൂഡിൽസും ചിക്കൻ ഫ്രൈയും കഴിച്ചാലേ പല സഹാക്കൾക്കും ഭക്ഷണം അകത്തേക്ക് പോകും. അപ്പൊ അതുകൊണ്ട് പഴയ സഹാക്കൾ ഇതുവരെ ഒരു ബന്ധവുമില്ല. പക്ഷേ ഒരു മാന്യമായിട്ടുള്ള സമീപനം ഉണ്ടാവും. നിങ്ങൾ പറഞ്ഞ തെറ്റ് തിരുത്തുന്ന് പറയുന്നത്, നിങ്ങൾ ഇതുവരെ വല്ല തെറ്റ് തിരുത്തി, പക്ഷെ നിങ്ങൾ തിരുത്തേണ്ടെന്നുള്ള അഭിപ്രായക്കാരനാണ്. എന്താ അറിയോ, എന്നാൽ അടുത്ത ഇലക്ഷൻ നമുക്ക് പണി വളരെ കുറയും. അപ്പോൾ കുറെ തെറ്റ് ചെയ്യുന്നതിപ്പോൾ തന്നെ നല്ല ഷോക്ക് കിട്ടി കഴിഞ്ഞ ലോക്സഭയിൽ. എന്നാൽ ഇനി നിങ്ങൾ തിരുത്താൻ നിന്നാൽ ഇനി അത്രയും സൗജന്യം നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾ തിരുത്തണ്ട. നിങ്ങൾ ഇതേപോലെ തന്നെ പോയിക്കോ. 1.5 കൊല്ലം കഴിഞ്ഞാൽ ഇതിനൊക്കെ ശിക്ഷ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയും, മര്യാദയ്ക്ക് അഡ്മിന്മാരെ ചോദ്യം ചെയ്ത് കേസെടുത്തില്ലെങ്കിൽ നിങ്ങൾ 1.5 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന് മറുപടി പറയേണ്ടി വരും. അന്ന് ഞങ്ങൾ മറുപടി പറയിപ്പിക്കും. ഇത് ഭീഷണിയൊന്നല്ല, നടക്കാൻ പോകുന്ന കാര്യമാണ്. ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ചില ധാരണകൾ ഉണ്ടാവും. ഇലക്ഷനൊക്കെ കഴിഞ്ഞ് UDF വന്നാൽ UDF നേതാക്കളുടെ വീടുകളിൽ വന്ന് ഒരു സല്യൂട്ട് അടിച്ച് ഞങ്ങൾ AO ഹ്യൂമിന് ശേഷം, AO ഹ്യൂമാണല്ലോ കോൺഗ്രസ് സ്ഥാപിച്ചു, AO ഹ്യൂമിന് ശേഷം ഇത്രയും പാർട്ടിയെ സേവിച്ചവർ വേറെ ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ പിണറായിയുടെ കീഴിൽ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്ത് ഇതുപോലെ കള്ളക്കേസ് എടുത്ത ഒരു ഉദ്യോഗസ്ഥനും രക്ഷപ്പെടാൻ പോകില്ല.
ഈ കാഫർ പ്രയോഗത്തിൽ നിങ്ങൾ കുറ്റക്കാരെ കണ്ടെത്തി ആ ലിസ്റ്റ് കോടതിയിൽ കൊടുത്തില്ല എങ്കിൽ നിങ്ങളാരും ഭാവിയിൽ പെൻഷൻ വാങ്ങില്ല. ഞാൻ അത്രയും പറയും, നിങ്ങൾ പെൻഷൻ വാങ്ങില്ല. അല്ലാതെ നിങ്ങളുടെ ശരീരത്തിനൊന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ വീട്ടിലേക്ക് പെൻഷൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരുത്തനും നിങ്ങൾ തിരിഞ്ഞു നോക്കും. 1.5 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങളെ രക്ഷിക്കാൻ ഒരു പിണറായി ഉണ്ടാവില്ല, ഒരു ഗോവിന്ദനും ഉണ്ടാവില്ല, ഒരു ജയരാജന്മാരും ഉണ്ടാവില്ല, അന്ന് നിങ്ങളെ സഹായിക്കാനും ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് നിലാവിണ്ടെന്ന് വിചാരിച്ച് വെളുക്കോളം കത്തുന്ന പോലെ നിങ്ങൾ UDF കാരെ തെരഞ്ഞു പിടിച്ച് കള്ളക്കേസിൽ പെടുത്തുകയും സർക്കാരിനെതിരെ സമരം ചെയ്യുന്നവർക്കെതിരായിട്ട് കേസ്. ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിനെ കുറിച്ച് ചില ആളുകൾ സംശയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താ സംശയം പറയാൻ കാരണം? മുമ്പ് പ്രളയത്തിന്റെ പേരിൽ കിട്ടിയ ഫണ്ടൊക്കെ എന്ത് ചെയ്യുന്നു? അങ്ങനെ ചില സംശയങ്ങൾ ചോദിച്ചപ്പോൾ അവർക്കെതിരെ കേസെടുത്ത പോലീസ്. എന്തുകൊണ്ട് മനസ്പർദ്ധ ഉണ്ടാക്കുന്ന ഈ സ്ക്രീൻഷോട്ട് പ്രസിദ്ധീകരിച്ചവർക്കെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല? ഇത് ഷെയർ ചെയ്ത കുറ്റാണ്. ഞാൻ പറഞ്ഞ ലതികയ്ക്കെതിരായിട്ടും കേസെടുക്കണം. കാരണം ഉത്തരവാദിത്തമില്ലാത്ത ഒരു സ്ക്രീൻഷോട്ട് കണ്ടപ്പോൾ ഉടനെ ഷെയർ ചെയ്യാം. അതുകൊണ്ട് ശൈല ടീച്ചർ പോലും തള്ളി പറഞ്ഞ അതിനെക്കുറിച്ച് പോലീസ് അന്വേഷിക്കണ്ടേ? നിങ്ങൾ മൊഴി എടുത്തു എന്ന് പറഞ്ഞു. എന്ത് മൊഴി എടുത്തു? എവിടെ വെച്ചെടുത്തു? എടുത്ത മൊഴി നിങ്ങൾ കോടതിയിൽ കൊടുക്കുമോ? അതോ അത് സെൻസർ ചെയ്യും? അപ്പൊ ഈ കാരണം കൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് പല CPM-ന്റെ പലവിധ കളി കഴിഞ്ഞ് കഴിഞ്ഞ ലോക്സഭയിൽ ഇങ്ങനൊരു എന്താ പ്രാണവെപ്രാളുള്ള കളി കണ്ടിട്ടുണ്ടോ CPM-ന്റെ ചരിത്രത്തിൽ? ഇങ്ങനെ ഇവിടെ മറ്റേ ഷാഫി കാഫർ എന്ന് പറഞ്ഞു എന്ന് പറയാം. കോഴിക്കോട് എന്തിനാ നമ്മുടെ കരീം കാക്കി വോട്ട് ചെയ്യുക. ഇവിടുന്ന് മറ്റേ കോരപ്പുഴ കഴിയുമ്പോഴേക്കും പ്ലേറ്റ് മാറ്റി. അവസാനം ജനം 2 പേർക്ക് ഈക്വലായിട്ട് കൊടുത്തു. 1 ലക്ഷത്തിന് മേലെ കൊടുത്തു. കരീം കെയും തോറ്റു, ശൈല ടീച്ചറും തോറ്റു. 1 ലക്ഷത്തിന് മേലെ തോറ്റോടുകൂടെ പിന്നെ ബാക്കിയുള്ള സ്ഥലത്തെ കണക്ക് പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ആ കരുവണ്ണൂർ കേസ് രക്ഷപ്പെടാൻ വേണ്ടി 56,000 കള്ളവോട്ട് ചെയ്യാൻ BJPക്ക് നിങ്ങൾ സഹായം ചെയ്തു കൊടുക്കും. കേരളത്തിൽ നിന്നൊരു സംഖ്യയെ അത് എന്ത് നടനാണെങ്കിലും ലോകസഭ അയച്ചതിൽ ഏറ്റവും 1-ാം പ്രതി പിണറായി വിജയൻ തന്നെ. ഞാനത് ഇലക്ഷൻ കാലത്തിനാണ് ഇപ്പൊ പറയുന്നത്. ഞാൻ 2-ാം സ്ഥാനം വന്നാൽ പോലും പ്രതി പിണറായി വിജയനാണ്. അപ്പൊ 1-ാം സ്ഥാനത്തേക്കാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേന്ദ്രവുമായിട്ടുള്ള നിങ്ങളുടെ അന്തർധാര രണ്ടും 2 തരത്തിലാണെന്ന് പറഞ്ഞു. 2 പേരും വർഗീയത ഉണ്ടാക്കുക. നരേന്ദ്രമോദിയും വർഗീയത ഉണ്ടാക്കുന്നു, പിണറായി വിജയനും ഇവിടെ വർഗീയത ഉണ്ടാക്കുക. ഈ 2 പേരും നാടിന് ശാപാണ്. ഏതായാലും ഈ സമരവുമായി ഞങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോകും. അതോടൊപ്പം നിയമ നടപടികളും ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും. അത് നിയമത്തിന്റെ ഏതറ്റം വരെയും ഞങ്ങൾ പോവുകയും ഈ യഥാർത്ഥ പോരാളി ഷാജി ആരാണ് അത് പുറത്തു വരണം. ഈ 2 അഡ്മിന്മാരും അമ്പാടിമുക്കും മറ്റേ ഫോളോവേഴ്സും എല്ലാത്തിനെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നത് വരെ ഞങ്ങൾ എല്ലാ നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകും. സമരവും ഉണ്ടാവും. ഈ 2 കാര്യങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരിക്കൽ കൂടെ ഞാൻ പറയും, പതപ്പിക്കാൻ നിൽക്കണ്ട. ഇനി പതപ്പിക്കാൻ നിന്നാൽ മര്യാദയ്ക്ക് പെൻഷൻ വാങ്ങില്ല. ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ശക്തമായിട്ടുള്ള ഈ മാർച്ച്, UDF പ്രവർത്തകരുടെ ശക്തമായിട്ടുള്ള മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ട് നമസ്കാരം.